ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫ്ലമംഗോ തങ്ങളുടെ പരിശീലകനായ ഫിലിപ്പെ ലൂയിസിനെ പുറത്താക്കിയത് ഒരൽപ്പം ഞെട്ടൽ ഉണ്ടാക്കിയ ഒരു കാര്യമായിരുന്നു. കാരണം കഴിഞ്ഞ സീസണിലെ ബ്രസീലിയൻ ലീഗും കോപ്പ ലിബർട്ടഡോറസും ഫ്ലമംഗോക്ക് നേടിക്കൊടുക്കാൻ ഫിലിപ്പെ ലൂയിസിന് കഴിഞ്ഞു. ഈ സീസണിൽ ഒരൽപ്പം മോശമായിരുന്നു. അതിൻ്റെ പേരിലാണ് ഫിലിപ്പെ ലൂയിസിനെ അവർ പുറത്താക്കിയിട്ടുള്ളത്. എന്നാൽ മറ്റു ചില കാരണങ്ങൾ കൂടി ഇതിന് പിറകിലുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഫ്ലമംഗോയുടെ പ്രസിഡന്റും ഫിലിപ്പെ ലൂയിസും തമ്മിലുള്ള ബന്ധം പാടെ തകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹത്തെ സാക്ക് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. മാത്രമല്ല, ഫ്ലമംഗോയുമായി കോൺട്രാക്റ്റ് പുതുക്കുന്ന ചർച്ചകൾ നടക്കുന്നതിനിടയിൽ ഫിലിപ്പെ ലൂയിസ് മറ്റു ക്ലബ്ബുമായി ചർച്ച നടത്തി എന്നുള്ളത് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നുണ്ട്. ബ്രസീലിയൻ മാധ്യമമായ UOL ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ചെൽസിയുടെ ഉടമസ്ഥരാണ് ബ്ലൂക്കോ കമ്പനി. നമുക്കറിയാം, അവരുടെ ഉടമസ്ഥതയിൽ തന്നെ ഉള്ള ഒരു ക്ലബ്ബാണ് സ്ട്രാസ്ബർഗ്. അതുകൊണ്ട് തന്നെ ചെൽസിയുടെ ഉടമസ്ഥരുമായി ഫിലിപ്പെ ലൂയിസ് ചർച്ച നടത്തിയിരുന്നു. ഒന്നുകിൽ ചെൽസിയുടെ പരിശീലകനാവാം, അതല്ലെങ്കിൽ സ്ട്രാസ്ബർഗിന്റെ പരിശീലകനാവാം. അതായിരുന്നു ഫിലിപ്പെ ലൂയിസിന്റെ പദ്ധതി. അങ്ങനെ ബ്ലൂക്കോയുമായി അദ്ദേഹം ചർച്ച നടത്തി. അത് മറുഭാഗത്ത് ഫ്ലമംഗോയുമായി കോൺട്രാക്ട് പുതുക്കുന്ന ചർച്ചകൾ നടക്കുന്ന ഒരു സമയത്താണ് ഈ വിവരം ഫ്ലമംഗോയുടെ പ്രസിഡന്റിന് ലഭിച്ചു. അത് അദ്ദേഹത്തെ നിരാശപ്പെടുത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അത് തങ്ങളെ ചതിക്കുന്നതിന് തുല്യമാണ് എന്നാണ് ഫ്ലമംഗോ വിശ്വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരു തീരുമാനം എടുത്തത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഇത് UOL പങ്കുവച്ച ഒരു റിപ്പോർട്ട് മാത്രമാണ്. ഈ പരിശീലകനെ പുറത്താക്കാനുള്ള അനേകം കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ് ഇത്. ഏതായാലും ഫിലിപ്പെ ലൂയിസ് പ്രൂവ് ചെയ്ത ഒരു പരിശീലകനാണ്. അദ്ദേഹം യൂറോപ്പിലേക്ക് വരാനുള്ള സാധ്യതകൾ ഏറെയാണ്. നേരത്തെ അത്ലറ്റിക്കോ മാഡ്രിഡ് കണ്ടുവച്ചിട്ടുള്ള ഒരു പരിശീലകൻ കൂടിയാണ് ഫിലിപ്പെ ലൂയിസ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.